ഷിഞ്ചിത ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന പേരാണ്. എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, ഈ ഷിഞ്ചിത ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്, ഷിഞ്ചിത പേടിച്ചിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് തെറ്റി. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. പോയിട്ട് വന്ന ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഇവിടെ മാത്രമല്ലല്ലോ ഈ ആണുങ്ങളുള്ളത്, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ ടാർഗറ്റ് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതിൻ്റെ കാര്യം തീരുമാനമാക്കി. ഇനി അടുത്ത കൊട്ടേഷൻ എവിടെയാണെന്നുള്ളത് നോക്കി പോയിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഉടനെ തിരിച്ച് വരും. വന്നു കഴിഞ്ഞിട്ട് വേണം ക്യാമറയുമായിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം പുള്ളിക്കാരിയുടെ കയ്യിലിരുന്ന ഫോണല്ല ഉപയോഗിക്കുന്നത്. അതിന് പ്രത്യേകം ഇനി ക്യാമറ ഉണ്ട്. അതായത് ഈ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പുള്ളിക്കാരിയുടെ കയ്യിൽ ഇനി ഇപ്പം കൊണ്ടുവരാൻ പോകുന്നത് പുതിയ ക്യാമറ മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ആ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകത, ഇപ്പോൾ എടുക്കാൻ പോകുന്ന ക്യാമറയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് നമ്മൾ ഇപ്പോൾ ചേർന്ന് നിൽക്കണമെന്നൊന്നുമില്ല. മനസ്സിലായി? ചേർന്ന് നിൽക്കണ്ട. ഈ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് തൊടുന്നത് പോലെയൊക്കെ കാണാൻ പറ്റുന്ന ടൈപ്പ് ഒരു ക്യാമറ പുതിയ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സാധനം തപ്പി ആൾ പോയിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരുത്തന്നെ തട്ടുകയും ചെയ്യും. അപ്പോൾ ദുബായിലാണെന്നാണ് ഇങ്ങനെ അറിഞ്ഞത്. ഇനി ഇവിടുന്ന് മലയാളികളെ കഴിഞ്ഞിട്ട് ഇനി അവിടെ ചെന്ന് അറബിയെ കൂടെ തട്ടിയാലേ പുള്ളിക്കാരിക്ക് സന്തോഷമാവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പോയിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. തീർച്ചയായിട്ടും ആൾ തിരിച്ച് വരും. അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഉടനെ മരിക്കണം അല്ലെങ്കിൽ ജീവിതം മതിയായി എന്നുള്ളവർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷിഞ്ചിതയുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യും. അപ്പോൾ പുള്ളിക്കാരിയെ സംബന്ധിച്ച് പുള്ളിക്കാരിക്ക് ഒരു റീച്ചും ആവും, നിങ്ങൾക്ക് സുഖമായിട്ട് മരിക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട് ഐഡിയ? അതല്ലേ നല്ലത്? എന്തിനാണ് നമ്മൾ വെറുതെ മരിക്കേണ്ട? ഒരാൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുത്തിട്ട് മരിക്കുന്നതല്ലേ നല്ലത്. വരുന്നുണ്ട്, പുതിയ ക്യാമറ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്നാലും മതി, വീടിനകത്ത് കയറി ഇരുന്നാലും മതി. ഷിഞ്ചിതയുടെ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീടിനകത്തിരുന്നാലും നിങ്ങൾ ഷിഞ്ചിതയുടെ കൂടെ നിൽക്കുന്നതായിട്ട്, അത് തൊട്ടുരുമി നിൽക്കുന്നതായിട്ട് ആ ക്യാമറയിൽ കിട്ടും. അപ്പോൾ അത് ഉടനെ ഷിഞ്ചിത അത് എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കി ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് സ്ലോ മോഷനാക്കി സൂപ്പറായിട്ട് സോഷ്യൽ മീഡിയയിലിടും. സോഷ്യൽ മീഡിയയിലിടുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, സംവരണം സ്ത്രീകൾക്കാണല്ലോ പരിഗണന മുഴുവൻ. അപ്പോൾ തീർച്ചയായിട്ടും അത് കയറി കൊളുത്തും. കുറേ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യും. കുറേ ആളുകൾ പറയും, കണ്ട ഈ നിരപരാധിയായ അവളെ കയറി പീഡിപ്പിച്ചു, അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, മാരകമായി പീഡിപ്പിച്ചെന്ന് പറഞ്ഞത്. എനിക്ക് ഇതിനകത്ത് കോമഡി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബാലങ്കേ നായരും ജോസ് പ്രകാശൊക്കെ മറ്റേ സ്വർഗത്തിൽ നിന്ന് ഞെട്ടിയാണ്. കാര്യം എന്നറിയോ, നമ്മളൊക്കെ ഒന്നുമല്ല, കണ്ടില്ലേ ഒരു പാവപ്പെട്ടവൻ, പാവപ്പെട്ടവനെന്ന് കരുതിയവൻ ഒരു പെണ്ണിനെ മാരകമായിട്ട് പീഡിപ്പിച്ചില്ലേ, കണ്ടില്ലേ? ബസ്സിനകത്ത് നിന്ന് മാരകമായിട്ട് പീഡിപ്പിച്ച് ലാസ്റ്റ് അവളുടെ ഒരു അവസ്ഥയെ എന്ത് ചെയ്യാൻ പറ്റൂലേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ബാലങ്കേ നായരും ജോസ് പ്രകാശിനെ പോലുള്ളവരൊക്കെ മരിച്ചത് നന്നായി. കാരണം എന്ന് പറഞ്ഞാൽ, കൈ കൊണ്ട് ടച്ച് പോലും ചെയ്യാതെ, തിരിഞ്ഞു പോലും നോക്കാതെ ഒരു പെണ്ണിനെ മാരകമായിട്ട് പീഡിപ്പിക്കാൻ കഴിവുള്ള ആളുകൾ ഈ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഷിഞ്ചിതയുടെ ക്യാമറയിൽ കിട്ടിയത്. ഈ ഷിഞ്ചിതയുടെ ക്യാമറ ഇത് എവിടുന്നാണ് മേടിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം തിരക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഒരു ക്യാമറ കിട്ടിയിരുന്നത് നമുക്ക് മേടിക്കാമായിരുന്നു. ഒരുപാട് പൈസ ചിലവാന്ന് തോന്നണല്ലേ. അതായത് കമ്പനികളിലെ കൊണ്ട് പ്രത്യേകം പറഞ്ഞ് ചെയ്യിക്കുന്ന ക്യാമറയാണോ? അല്ല, ഞാൻ പറഞ്ഞു വരുന്നതെന്ന് അറിയാം, നമ്മളുടെ കണ്ണിലൂടെ നോക്കിയിട്ട് അതിൻ്റെ അകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഷിഞ്ചിത പറയുന്നത് അവൻ ഫ്രോഡാണ്, അവൻ ഈ പറയുന്നത് പോലെ അങ്ങനെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവനാണ്, അവൻ പിന്നെ ഞരമ്പ് രോഗിയാണെന്നൊക്കെയാണ്. പക്ഷെ ഷിഞ്ചിത ആ എടുത്ത വീഡിയോയിൽ ഷിഞ്ചിത അപ്പോൾ തക്കതായിട്ട് എന്തോ കണ്ടിട്ടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞത്. എന്തായാലും കൊള്ളാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആർക്കെങ്കിലും മരിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വരിവരിയായിട്ട് നിൽക്കണം, ക്യൂ ആയിട്ട് നിൽക്കണം. ഇത് ഓർഡർ അനുസരിച്ചേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഉടനെ ഒന്നും നടക്കത്തില്ല. ഓർഡർ അനുസരിച്ചിട്ട് ഒരു മൂഡും കാര്യങ്ങളൊക്കെ തോന്നിയിട്ട് ഷിഞ്ചിത തീർച്ചയായിട്ടും വന്ന് ടൈം അനുസരിച്ച് നിങ്ങൾക്ക് പറയും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും നിന്ന് കൊടുക്കുക കേട്ടോ. നിങ്ങൾ വരണമെന്നില്ല, നിങ്ങളുടെ വീട്ടിൽ നിന്നാലും മതി. ആ ക്യാമറ ട്രിക്ക് വഴി നിങ്ങൾ ടച്ച് ചെയ്യുന്നതായിട്ടും പിടിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്യാമറയിൽ സെറ്റ് ചെയ്തോളൂ. ഓക്കെ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂട്ടിയെന്നൊക്കെ പറയുന്നത്, അതൊക്കെ പുതിയ തുടങ്ങിക്കോളൂ വന്നെയാണ്. ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ, ഇതൊക്കെ വലിയ കാര്യമുള്ള കാര്യമാണ്. അപ്പോൾ ശരി, ഇനി അടുത്ത ആളെ കൊന്നു കഴിയുമ്പോൾ നോക്കാം. ഓക്കെ.